Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ടൊമാറ്റോ സോസ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കിലോ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല കളറിലുള്ള തക്കാളി കിട്ടുമെങ്കിൽ അത് എടുക്കണേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു 4-1 സവോള ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇത് വെന്ത് വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി ഇത് മൂടി വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ നല്ലൊരു കളർ കിട്ടണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ ഈ വേവിക്കുന്ന സമയത്ത് ഒരു 2 കഷ്ണം ബീറ്റ്റൂട്ടും കൂടെ ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇത് ലാസ്റ്റ് ഒരു ഇച്ചിരി കളർ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഇപ്പോൾ ഓർഗാനിക്കായിട്ട് ബീറ്റ്റൂട്ടിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ കളറൊന്നും ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം നല്ല കളറുള്ള ഈ തക്കാളി എടുക്കാൻ. അപ്പോൾ പിന്നെ കളറൊന്നും ചേർത്ത് കുഴപ്പമില്ല. മറ്റേ ഒരു എന്താ പറയുക ഒരു ഫെയ്ഡായിട്ടുള്ള കളറായിട്ടിരിക്കും. നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും കേട്ടോ. ടേസ്റ്റും ആയിരിക്കും, നമുക്ക് കുറച്ചുകൂടെ വിശ്വാസപ്രദമായിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഇതിനകത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യണത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് തന്നെയായിട്ട് അരിച്ചൊഴിക്കണത്. അപ്പോൾ ഇത് അരിച്ചപ്പോൾ ഇത്ര ഇതായിട്ട് വേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ വറ്റിച്ചെടുക്കണം. ഇതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റിച്ച് നല്ലൊരു സോസിന്റെ പരുവത്തിലാക്കി എടുക്കണം. വിനാഗിരി കൂടി ചേർക്കാം. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കുറുകി നമ്മുടെ ഒരു ടൊമാറ്റോ സോസിന്റെ കൺസിസ്റ്റൻസി ആവണ വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഇതിനകത്ത് ഈ സവോള ചേർക്കണത് സാധാരണ സോസിൽ നിന്നും കുറച്ചുകൂടെ ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് സവോള ചേർക്കണത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എങ്ങാനും 1 ടേബിൾ സ്പൂൺ അല്ല, ഒരു 1/2 ടേബിൾ സ്പൂൺ ഒക്കെ കോൺഫ്ലവർ ഒന്ന് വേണമെങ്കിൽ കലക്കി ഒഴിച്ചാലും നല്ലൊരു കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഈ ഒരു ടൊമാറ്റോ സോസ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചൊരു കളർ ചേർത്തായിരുന്നു കേട്ടോ. നമ്മൾ ഓർഗാനിക് ഫുഡ് കളർ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഇത് പാകമായി ഒന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വളരെ സ്ലോയിലല്ലേ വന്നുള്ളൂ. ഇതാണ് കേട്ടോ ഇതിന്റെ പാകം എന്ന് പറഞ്ഞത്. ഉണ്ടോ, 2ആയിട്ട് മാറി വന്നുണ്ടോ. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.